ഭൂരഹിതരായ എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കുമെന്നാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ ഉറപ്പ്. ഇതിന്റെ ഭാഗമായാണ് പട്ടയ മിഷൻ രൂപീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഡിജിറ്റൽ റീസർവേക്ക് കൂടുതൽ നീക്കിയിരിപ്പ് ഇത്തവണ ബജറ്റിലെ പ്രധാന പ്രതീക്ഷകളിലൊന്നാണ്. നിലവിലെ ഭൂമി ഇടപാടുകൾ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നിവ ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാനപരമായ ആവശ്യവും അവകാശവുമാണ്. എല്ലാവർക്കും ഭൂമി ഉറപ്പാക്കുന്നതിനോടൊപ്പം ഭൂമി സംബന്ധമായ രേഖകളുടെ കാര്യവും ഏറെ പ്രധാനമാണ്. കൃത്യതയുള്ള രേഖകൾ ഉറപ്പാക്കുന്നതിനായി ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നു. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 848 കോടി രൂപ ചെലവിൽ 4000-ഓളം സർവേയർമാരെയും ഹെൽപ്പർമാരെയും നിയോഗിച്ച് അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെയാണ് ഡിജിറ്റൽ സർവേ നടക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ടാക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ ജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്നതാണെന്ന് വകുപ്പ് മന്ത്രി അടിവരയിട്ട് പറയുന്നു. വില്ലേജ് ഓഫീസുകൾ പലതും സ്മാർട്ടായി കഴിഞ്ഞു. എന്നാൽ എല്ലായിടത്തും സ്ഥിതി ഇതുപോലെയല്ല. കൊച്ചി നഗരസഭ ഇതിനൊരു ഉദാഹരണമാണ്. കെ സ്മാർട്ട് പദ്ധതി ഇവിടെ പാളി. ജീവനക്കാർക്ക് കൃത്യമായി പരിശീലനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഇതിനെല്ലാം പരിഹാരമായി ബജറ്റിൽ ഇത്തവണ സ്മാർട്ടായുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.